ഹലോ ഗായ്സ്, ഈ മാസത്തിൽ വമ്പൻ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് സിനിമാ വാർത്തകൾക്കായി ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ആദ്യ സിനിമയാണ് മന്ദാകിനി. അനാർക്കലി മരക്കാറും അൽതാഫ് സലീമും അഭിനയിച്ച തിയേറ്ററുകളിൽ നിന്ന് ഒരു നല്ല അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ച ഒരു സിനിമയാണ് മന്ദാകിനി. ചിത്രം മനോരമ മാക്സിലൂടെ ജൂലൈ 12-ാം തീയതി, അതായത് നാളെ ഇറങ്ങുന്നതായിരിക്കും. പങ്കജ് ത്രിപാഠി, ശ്വേത ത്രിപാഠി, അലി ഫസൽ തുടങ്ങിയവർ അഭിനയിച്ച ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ ക്രൈം ത്രില്ലർ ടെലിവിഷൻ പരമ്പരയാണ് മിർസാപൂർ. ഈ സിനിമയുടെ സീസൺ 3 ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ലഭ്യമാണ്. അടുത്ത സിനിമയാണ് തലവൻ. ആസിഫ് അലി, ബിജു മേനോൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ജിസ്റ്റോയിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് തലവൻ. ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ചിത്രം സോണി ലൈവിലൂടെ സെപ്റ്റംബർ മാസത്തിൽ ഇറങ്ങുന്നതായിരിക്കും. ധനുഷ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രായൻ. അപർണ ബാലമുരളി, നിത്യ മേനോൻ, കാളിദാസ് ജയറാം എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. ഇത് 100 കോടി ബജറ്റിൽ ഇറങ്ങുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. ചിത്രം ജൂലൈ 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. അടുത്ത സിനിമയാണ് മഹാരാജ. വിജയ് സേതുപതി ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ഒരു ഇന്ത്യൻ തമിഴ് ഭാഷാ ചിത്രമാണ് മഹാരാജ. സിനിമ 100 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ സിനിമയുടെ OTT റിലീസ് ഡേറ്റാണ് പുറത്തു വരുന്നത്. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ നാളെ ഇറങ്ങുന്നതായിരിക്കും. 33 വർഷങ്ങൾക്ക് ശേഷം അമിതാഭ് ബച്ചനും രജനീകാന്തും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വേട്ടയ്യൻ. ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, റാണ, ഋതിക സിംഗ് തുടങ്ങിയ വൻ താരങ്ങൾ തന്നെയുണ്ട്. ചിത്രം ഒക്ടോബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. കമൽഹാസൻ്റെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ചിത്രമാണ് ഇന്ത്യൻ 2. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും ഒരു ദിവസം മാത്രം, അതായത് നാളെ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മികച്ച സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലിങ്ക് അതിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബായ്.